ഇപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അച്ഛമ്മയുടെ പിറന്നാളിന്റെ ആഘോഷങ്ങളെല്ലാം വൈകുന്നേരമാണല്ലോ ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ കേക്കാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കേക്കുമായിട്ട് വരുന്ന ശ്രീകാന്തിനെയും വർഷയും കണ്ടിട്ട് ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. കേക്കാന്ന് പറയാണേ. കേക്കാണെന്ന് അറിഞ്ഞ ശേഷം അച്ഛമ്മ ചോദിക്കുന്നത് ഇതെന്തിനാണ് എന്നുള്ള കാര്യം. അച്ഛമ്മ ഞാനിവിടെ ബേക്കർ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ശ്രീകാന്ത് ചുമ്മാ കളിയാക്കുന്ന രീതി പറയുന്നുണ്ട്. അച്ഛമ്മേ കേക്ക് പിറന്നാളിന് കട്ട് ചെയ്യാനല്ലാതെ പിന്നെ എന്തിനാന്ന് ചോദിക്കുമ്പോ ഞാനെന്താണ് ചെറിയ കുട്ടിയാണോ കേക്ക് കട്ട് ചെയ്യാനെന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അതെന്താ അച്ഛമ്മ, ചെറിയ കുട്ടികൾക്ക് മാത്രമാണോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കേക്ക് കട്ട് ചെയ്യാം. ശരി, നിങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കേക്ക് വന്നോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛമ്മയ്ക്ക് അരികിൽ എത്തിയതിന് ശേഷം അച്ഛമ്മ വാ, അച്ഛമ്മയ്ക്ക് ഞാന് മേക്ക് ഓവർ ചെയ്തു തരാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മേക്ക് ഓവർ എന്നുള്ള കാര്യം കേട്ടപ്പോ അച്ഛമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്താന്ന് ചോദിക്കുമ്പോ ശ്രുതി അച്ഛമ്മയ്ക്ക് ഞാന് മേക്കപ്പ് ചെയ്തു തരാ എന്ന് പറയാണേ. ഇന്ന് അച്ഛമ്മയുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് ഞാൻ മേക്കപ്പ് ചെയ്തു തരാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും താനൊരു പൗഡർ പോലും ഇടാറില്ല, അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അച്ഛമ്മ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അച്ഛമ്മ പ്ലീസ് അച്ഛമ്മ, എനിക്ക് വേണ്ടിയിട്ട് നീ എന്തൊക്കെയാ ഈ ശ്രുതി പറയുന്നത്? ഇവിടെ മേക്കപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ നോക്കി ചിരിക്കും. അതൊന്നും ചെയ്യില്ല അച്ഛമ്മേ, ആരും അച്ഛമ്മയെ നോക്കിയിട്ട് ചിരിക്കില്ല. അച്ഛമ്മ ഞാൻ സൂപ്പറായിട്ട് മേക്ക് ഓവർ ചെയ്ത് തരുന്നത് കാണിച്ചു തരാം, വാ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ശ്രുതി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ മടിച്ചിട്ടാണ് കേട്ടോ ശ്രുതിയുടെ കൂടെ പോകുന്നത്. റൂമിൽ ചെന്നിട്ട് അച്ഛമ്മയെ കസേരയിൽ ഇരുത്തുന്നുണ്ട്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ശ്രുതി ദിവസവും നീ ഈ ജോലിയല്ലേ ചെയ്യുന്നത്, ഇന്നൊരു ദിവസമെങ്കിലും നിനക്ക് റെസ്റ്റ് എടുത്തൂടെ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ ഞാൻ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് റെസ്റ്റിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐബ്രോസും അതുപോലെ ഫേസിൽ ചെറുതായിട്ടുള്ള ടച്ചപ്പും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല ശ്രുതി, എന്റെ അടുത്ത് രവി പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്താ ജയിലിലാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച്. അത് കേട്ട് ശ്രുതിയുടെ മുഖഭാവം ഒന്ന് മാറുന്നുണ്ട്. അതെ അച്ഛമ്മേ, അച്ഛൻ ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ പോയിരിക്കുന്നത്. പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛനെ ചതിച്ചതാണ്. രവിയുടെ 3 മക്കളും കല്യാണം കഴിഞ്ഞ് 3 പേർക്കും കുടുംബമായി. രേവതിയുടെ വീട്ടിൽ നിന്ന് അമ്മയും അതുപോലെ അനിയത്തിയും വരുന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ വർഷയുടെ വീട്ടിൽ നിന്നും അമ്മ വരുന്നുള്ള കാര്യം പറഞ്ഞു. ഇതുവരെ നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലല്ലോ. അതച്ഛമ്മേ, അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നത്തില് പെട്ടുകിടക്കുകയല്ലേ. നിന്റെ അമ്മയും മരിച്ചു പോയി എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. എത്ര വയസ്സിലാണ് മരിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ഒരു 14 വയസ്സൊക്കെ ആകുമ്പോഴാണ് മരിച്ചത്. 14 വയസ്സിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ ജനിച്ചതെന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോ അത് എനിക്ക് 14 വയസ്സാകുന്ന സമയത്താണ് അമ്മ മരിച്ചത്. ഓ അങ്ങനെയാണല്ലേ, ശരി, എന്തായാലും നിന്റെ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോ ഇല്ലേ, അതൊന്ന് കാണിക്കുക. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ തന്നെ പെട്ട അവസ്ഥയായല്ലോ എന്ന്. പക്ഷെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശ്രുതി കാണിക്കുക. എന്റെ കയ്യില് അമ്മയുടെ അച്ഛന്റെയും ഫോട്ടോ ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ സ്വന്തം അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ലേന്ന് ചോദിക്കുകയാണെ. അതല്ല അച്ഛമ്മേ, ഞാന് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അച്ഛനോട് കുറച്ച് ദേഷ്യത്തിലാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് കരുതിയിട്ട് നിന്റെ അമ്മയുടെ ഫോട്ടോസും നിന്റെ കയ്യിലില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ടേ. അമ്മയുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിക്ക് ഡിപ്രഷൻ വരും, അതുകൊണ്ട് അമ്മയുടെ ഫോട്ടോസ് ഞാൻ കീപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ഛമ്മ ഒന്ന് വായടച്ചിരിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്? ഏയ് അതല്ല അച്ഛമ്മ ഞാൻ ഉദ്ദേശിച്ചത്, ലിപ്സ്റ്റിക് ഇടണല്ലോ അതിന് വേണ്ടിയിട്ടാ പറഞ്ഞത്. ഏയ് അതൊന്നും ഇടണ്ട, അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ടാകെ ചുമന്ന പോലെ ഇരിക്കും. ഇല്ല അച്ഛമ്മേ, ഞാൻ ലൈറ്റ് ആയിട്ട് ടച്ചപ്പ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിനക്ക് ചേച്ചി അനിയത്തി അങ്ങനെയൊന്നും ആരും ഇല്ലെന്ന്, അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി എന്ന് പറയാണേ. പിന്നെ നിനക്ക് ഒരു ചെറിയച്ഛനല്ലേ? ആ ഉണ്ട്, അവരിപ്പോ ദുബായിലാണെന്ന് പറയാണ്. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ നിനക്കെന്ന് വെച്ചിട്ട് വന്ന് കാണാൻ വേണ്ടിയിട്ട് ആരും ഇല്ല അല്ലേ? ബന്ധങ്ങളും സ്വന്തങ്ങളും ആരെങ്കിലൊക്കെ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണ്ടേ? ശരി, എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, എനിക്ക് ഫോൺ ചെയ്തതാ, ഞാൻ അവരുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. അതൊക്കെ അച്ഛമ്മേ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ചുണ്ടിൽ കുറച്ചുകൂടി ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം അച്ഛമ്മ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അച്ഛമ്മ ഇനി എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ അച്ഛമ്മ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. ഇതെന്താ ശ്രുതി ചുണ്ണാമ്പന്റെ മാതിരി ഇങ്ങനെ പളപള ഇരിക്കുന്നു?
അച്ഛമ്മയുടെ മുഖത്ത് അപ്ലൈ ചെയ്ത ക്രീം ഫേസ് നല്ല ഗ്ലോ ആക്കുന്നതാണ്. അച്ഛമ്മ വാ നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഒരു സെൽഫി എടുക്കാം. രണ്ടുപേരും കൂടി ചേർന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം പുറത്ത് കേക്ക് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അല്ല ഈ കേക്ക് മെൽറ്റ് ആയി പോയില്ലേ? ഇല്ല അച്ഛാ, ഇത് ഐസ് കേക്ക് അല്ല, മെൽറ്റ് ആവില്ല എന്ന് സുധി അങ്ങോട്ടേക്ക് വന്നിട്ട്, എപ്പൊ നോക്കിക്കഴിഞ്ഞാലും നീ എന്തിനാ അവിടുന്ന് തന്നെ കേക്ക് മേടിക്കുന്നത്? വേറെ എവിടെന്നെങ്കിലും മേടിച്ചൂടെ എന്ന്. സുധേട്ടാ, ഈ കേക്ക് മേടിച്ചതല്ല, താൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ എന്ന് രവി ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന്റെ അടുത്ത് പറയാണ്. അപ്പോഴേക്കും അശോകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. 2 പൂജാരിമാരെയും കൂടി കൂട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അതും രവി പറഞ്ഞത് പ്രകാരം. അമ്മ വരുന്നത് കാണുമ്പോഴേക്കും അശോകന്റെ അടുത്ത് ഇതാ അമ്മ അശോക എന്നുള്ള കാര്യം പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമസ്കാരം പറഞ്ഞതിന് ശേഷം അച്ഛമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അത് കഴിഞ്ഞ് പിറന്നാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നുണ്ട്. അച്ഛമ്മ തിരിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് പൂജാരിമാരെ ശ്രദ്ധിക്കുന്നത്. എന്താ രവി, ഇവിടെ വല്ല പൂജയും നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മേ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അശോക, നീ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അവരങ്ങ് പോയി കഴിഞ്ഞ ശേഷം എന്തിനാണ് രവി ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ, 80-ാം വയസ്സ് എന്നുള്ള കാര്യം പറയുന്നത് ചെറിയ കാര്യമാണോ? എത്ര വലിയൊരു ജീവിതമാണ്. സുഖവും ദുഃഖവും എന്തോരം കടന്നു പോയിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിലൂടെ. ഈ കുടുംബം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനൊക്കെ കാരണം അമ്മയല്ലേ? ഇതെല്ലാം അമ്മ വെച്ചതിന്റെ ഫലമാണ് എന്നുള്ള കാര്യം രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര അടക്കം പറയുന്നുണ്ട് സുധീരുടെ അടുത്ത്. പിന്നെ അവര് വിതച്ചിട്ടാണല്ലോ നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളിച്ച് വന്നത് എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടക്കം പറിക്കൽ കേൾക്കുമ്പോഴേക്കും രവിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ ഒരു അടക്കം പറിച്ചില്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒഴിഞ്ഞു മാറുമ്പോൾ, നീ എന്നെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതല്ലേ, അതെന്തായാലും അവൾക്ക് സഹിച്ചിട്ടുണ്ടാവില്ല. അയ്യോ അമ്മേ, ഞാൻ എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത്? എന്തായാലും രവിയേട്ടൻ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. അമ്മയില്ലെങ്കിൽ പിന്നെ ഈ കുടുംബം എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തുന്നത്? അതിൻ്റെ ഇടയ്ക്ക് അശോകനും പറയുന്നുണ്ട്, അവസാനമായിട്ട് അമ്മയെ കണ്ടതിനേക്കാളും പ്രായം കുറഞ്ഞതുപോലെയാണ് ഇപ്പൊ തോന്നുന്നത്. അതേ അമ്മേ, അമ്മയുടെ മുഖം നന്നായിട്ട് മിന്നി തിളങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് നിന്റെ മൂത്ത മരുമകൾ ചെയ്ത പണിയാണ്. അവൾ എന്തൊക്കെയോ ചായയൊക്കെ എന്റെ മുഖത്ത് പൂശി വെച്ചിട്ടുണ്ടെന്ന്. അങ്കിൾ, അച്ഛമ്മയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന്. അച്ഛമ്മയുടെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും അച്ഛമ്മയുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് നല്ല അഴകാണ്. ആ മുഖത്തുള്ള ചിരി, അത് അച്ഛമ്മയുടെ മനസ്സിന്റെ നന്മയാണ് മുഖത്ത് പ്രകാശിക്കുന്നത്. ആ ഭംഗിക്ക് മുന്നില് ഒരു മേക്ക് ഓവറും അച്ഛമ്മയ്ക്ക് ആവശ്യമില്ല. ശ്രുതിക്ക് അടി കിട്ടിയതുപോലെയാണ് കേട്ടോ. ആകെ മുഖം ഡള്ളായ പോലെ ആവുന്നുണ്ട്. രേവതി പറഞ്ഞത് കേട്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേവതി പറഞ്ഞ കാര്യം 101 വട്ടം ശരി തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്കാരെ പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഓരോരോ പേര് പറയും. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അഴകുള്ള ദേവത എന്റെ അമ്മ തന്നെയാണ്. അമ്മയെ പുകഴ്ത്തുന്ന പറയുന്നത് അത്ര ഇഷ്ടപ്പെടാതെ ചന്ദ്രയാണെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. ചന്ദ്രയുടെ മനസ്സ് വിഷമിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ പറഞ്ഞു വരുന്നത് അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ല എന്നാണോ? ആരാണെന്നുണ്ടെങ്കിലും എന്റെ അമ്മയ്ക്ക് ശേഷേ ഉള്ളൂ എന്നുള്ള കാര്യം രവി പറയാണേ. അത് ഒന്നും കൂടി അപമാനമാവുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ചെയ്യുന്നത്. നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി പറഞ്ഞോടോ എന്നുള്ള കാര്യം ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അച്ഛമ്മ, ഈ മേക്കപ്പ് എല്ലാം ഓക്കെയാണ്, പക്ഷേ ഈ ചുരിദാറ് പാട്യാല അങ്ങനത്തെ ഇട്ട കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇവളെന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലും മേടിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് രേവതി. അല്ല അച്ഛമ്മേ, ശ്രുതി ഇടയ്ക്കൊക്കെ ഇടാറില്ലേ ചുരിദാറ്, അതിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. ആര്? എനിക്ക് ചുരിദാറോ? നല്ല രസം ഉണ്ടാവും. അച്ഛമ്മ, ഇന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല കഥയായി കേട്ടില്ലേ രവി അവള് പറയുന്നത്? അച്ഛമ്മ, ഞാൻ പോയിട്ട് മേടിച്ചോണ്ട് വരണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. എന്ത്, നീട്ടിരിക്കുന്ന പാന്റും ഷർട്ടാണോ? അല്ല അച്ഛമ്മ, ജീൻസും ടീഷർട്ടും ആയാലും പിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ വായ അടപ്പിക്കുകയാണേ. എന്റെ മുഖത്ത് ഇത് തന്നെ പൂശിയിട്ട് ആകെ മൊത്തത്തിൽ എനിക്ക് എന്തോ പോലെയുണ്ട്. അപ്പോഴേക്കും അശോകൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന പൂജാരിമാര് ഏകദേശം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അശോകൻ എന്നതിന് ശേഷം രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, രവി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ശരി, അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ടുപോയിട്ട് ചെയറിൽ ഇരുത്തുന്നുണ്ടേ. പൂജ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, സച്ചി എവിടെ? അവൻ അല്ലെങ്കിൽ നേരം കാലമൊന്നും അറിയില്ല, ഇതുവരെ വന്നില്ലല്ലേ? രേവതി, നീ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ രേവതി എല്ലാവരുടെ ഇടയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സച്ചിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. രേവതി വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. സച്ചിയും അതുപോലെ മഹേഷും കൂടി ചേർന്നിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. സച്ചി ഫോൺ എടുക്കുന്നില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രേവതി ആണെങ്കിൽ സച്ചിയുടെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയണേ. അത് കേട്ട ഉടനെ അല്ലെങ്കിലും ഫോൺ എടുക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും ബോധം കെട്ട് വീണ് കിടക്കുമായിരിക്കും. ബർത്ത്ഡേ ഒരുപക്ഷെ പുറത്ത് ആഘോഷിക്കാൻ വേണ്ടി പോയതായിരിക്കും. ഇതിന് മറുപടിയായിട്ട് ചന്ദ്രയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിക്ക് പോയതായിരിക്കും അമ്മ. അച്ഛമ്മയുടെ ബർത്ത്ഡേക്കാളും
എന്ത് പ്രധാനപ്പെട്ട ജോലിയാണ് എന്നുള്ള കാര്യം ശ്രുതി രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. ഞാൻ വലിയൊരു ബിസിനസ്മാൻ അല്ലേ, ഞാനടക്കം ലീവ് എടുത്തിട്ട് ഇവിടെ നിൽക്കുന്നില്ലേ, സച്ചേട്ടന് എന്തെങ്കിലും തിരക്കുണ്ടാവും, അതായിരിക്കും, എന്നാൽ അത് വിട്ടേക്ക് എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രവിയും അമ്മയുടെ അടുത്ത് പറയുന്നത് സച്ചി വന്നോളും, നല്ല നേരം തീരുന്നതിന് മുമ്പായിട്ട് അമ്മ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മയെ അവിടെ ഇരുത്തിയിട്ട് പൂജാരിമാരെ കൊണ്ട് ആരതി ഒഴിയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടേ. പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് രേവതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് സച്ചി വരുന്നുണ്ടോ നോക്കുന്നുണ്ടേ. പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജാരിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തില് ദേവിക്ക് ചാർത്തിയ പട്ടുവസ്ത്രം രവി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ച് മേടിച്ച് കൊണ്ടുവന്ന എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പൂജാരിമാര് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് രവി അവിടേക്ക് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു താലത്തിൽ പൂ കൊടുത്ത് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ആദ്യം തന്നെ രവിയും അതുപോലെ ചന്ദ്രയും കൂടി ചേർന്നിട്ടാണ് അനുഗ്രഹം മേടിക്കുന്നത്. അത് കഴിഞ്ഞ് സുധിയും ശ്രുതിയും തുടർന്ന് വർഷയും ശ്രീകാന്തും അവരെയൊക്കെ തലയിൽ പൂ ഇട്ടിട്ട് അച്ഛമ്മ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് രേവതിയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അച്ഛൻ വിളിക്കുമ്പോൾ സച്ചിയേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിൽക്കുകയാണേ. സച്ചിയെ കാത്തു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നിനക്ക് അച്ഛമ്മയുടെ അനുഗ്രഹം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുധി രേവതിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതി പറയുന്നത് കേൾക്കുമ്പോൾ ചുമ്മാതിരിക്കട എന്ന് അച്ഛമ്മ സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും സച്ചി വരട്ടെ. പൂജാരികൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. തുടർന്ന് വർഷയാണെന്നുണ്ടെങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് സെൽഫി എടുക്കാൻ. പൂജയെല്ലാം കഴിഞ്ഞ് അശോകനും അവിടുന്ന് പോകുന്നുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യൂണിയൻ ഓഫീസിൽ എന്തോ ധൃതിയായിട്ട് പോകണത് കൊണ്ട് ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ബാക്കിയുള്ളവരെല്ലാരും കൂടി ചേർന്ന് വീണ്ടും കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ സുധിയെ മാറ്റി നിർത്തിക്കൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ നിന്റെ അച്ഛൻ ഒപ്പിച്ച പണി, അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് കണ്ടില്ലേ, എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തായാലും രവിയേട്ടൻ മേടിച്ചെടുക്കുന്നുള്ള കാര്യം തോന്നുന്നെന്ന് ആദ്യം പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും രവിയേട്ടന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെയും കൂടി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സ്വയം പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അതിനിടയ്ക്ക് നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും കൂടി കാറിൽ പോകുന്നത് വീണ്ടും കാണിക്കുന്നുണ്ട്. രേവതി ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അച്ഛമ്മ വന്ന്, രേവതി നീ ഇവിടെ എന്ത് ചെയ്യാം? ഞാന് അച്ഛമ്മയെ ഭക്ഷണത്തിന് കാര്യങ്ങളൊക്കെ റെഡി ആക്കുവാണ്. അതെന്താ ഇവിടെ വേറെ ആരും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്, ചന്ദ്രയുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞോടെ എന്ന് ചോദിക്കുന്നുണ്ടേ. അല്ല നിന്റെ മുഖവും ശരിയില്ലല്ലോ, അതുപോലെ തന്നെ സച്ചിയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഞാനും സച്ചിയും തമ്മിൽ എന്ത് പ്രശ്നമാച്ചു? പിന്നെ എന്താണ്, ഞാൻ വന്നപ്പോ മുതല് അവന്റെ മുഖവും ശരിയില്ല നിന്റെ മുഖവും ശരിയില്ല. സാധാരണയായിട്ട് എന്നെ കണ്ട ഉടനെ തന്നെ ഓടി വന്നിട്ട് അച്ഛമ്മയെന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് എന്നെ എടുത്ത് തൂക്കുന്നതൊക്കെയാണ്. പക്ഷെ ഇന്ന് സാധാരണ പോലെ വാ അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് ബാഗ് മേടിച്ചിട്ട് കാറിൽ എന്നെ കൊണ്ടുപോകുന്നു. എന്താ അവൻ ഇത്ര നേരമായിട്ട് വരാത്തെന്ന്? ശരി എന്തായാലും നീ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവിടുന്ന് രേവതിയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ജോലി എടുക്കുക പിന്നെ ചെയ്യാം, നീ ആദ്യം പോയിട്ട് മുഖം കഴുകിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. അപ്പോഴും മടിച്ചിട്ട് രേവതി അവിടെ നിൽക്കും. നിന്നോട് പോകാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ രേവതിയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി എന്താ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായോ എന്ന് ചോദിച്ചു മുഴുവനാക്കുന്നതിന് മുമ്പ് അച്ഛമ്മയെ കാണുവാണേ. അച്ഛമ്മയെ അടുക്കളയിൽ പുറത്തേക്ക് വരുന്നത്. എന്താ ഇവള് മാത്രമാണോ ഈ വീട്ടില് അടുക്കള ജോലി ചെയ്യാനുള്ളത്? അല്ല അമ്മേ, ഇവളാണല്ലോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതെന്താ വേറെ ആർക്കും ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് കണ്ണില്ലേന്ന്? എടാ സുധി, നിന്റെ ഭാര്യ എവിടെ പോയി? അവള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കല്ലേ. പിന്നെ അവള് ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ അവക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നന്നായിട്ട് അറിയില്ല. അവക്ക് മുഖത്തൊക്കെ നന്നായിട്ട് ചായം പൂശാൻ അറിയാലോ, ഉപ്പും അതുപോലെ മുളകും കറക്റ്റായിട്ട് ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. ചന്ദ്ര ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. ശ്രുതിയെ വിളിച്ചിട്ട് അടുക്കളയിൽ കയറാൻ വേണ്ടി കൂടെ നീയും അവളുടെ കൂടെ ചെല്ല്. അയ്യോ അമ്മേ, അമ്മയുടെ പിറന്നാൾ ദിവസം ഏർപ്പാടൊക്കെ ചെയ്യണ്ടേ? അത് ഞാൻ വന്നത് മുതൽ കാണുന്നുണ്ടല്ലോ ചുമ്മാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ജോലി ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്ക്. രേവതി നീ പോയിട്ട് റെഡി ആയിട്ട് വായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുമ്പോ ആ ശരി അച്ഛമ്മേ രേവതി അങ്ങ് നടക്കുവാണ്. അപ്പോഴേക്കും രേവതിയുടെ അടുത്ത്, രേവതി നിക്ക്, നീ എന്താ സ്വർണ്ണൊന്നും അണിയാതെ നിൽക്കുന്നത്? പോയിട്ട് സ്വർണ്ണം എല്ലാം എടുത്തിട്. സ്വർണത്തിന്റെ കാര്യം കേൾക്കുമ്പോഴേക്കും സുധിയും അതുപോലെ ചന്ദ്രമതിയും ആകെ ഇല്ലാതാവുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ എന്തിനാണ് ചന്ദ്രമതിയെ നോക്കുന്നത്? എന്താ ഇവള് നിനക്ക് സ്വർണം തന്നില്ലേ? ചന്ദ്രേ നീ പോയിട്ട് രേവതിയുടെ സ്വർണ്ണങ്ങളെല്ലാം എടുത്തു കൊടുക്കുക. അയ്യോ അമ്മേ, ഞാൻ സ്വർണ്ണങ്ങളൊക്കെ ഓൾറെഡി രേവതിക്ക് കൊടുത്ത എന്നുള്ള. പിന്നെ എന്താ നീ പോയിട്ട് സ്വർണ്ണം എല്ലാം ഇട്ടിട്ട് വാ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറയാണ്. അപ്പോഴും രേവതി ചന്ദ്രയെ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എല്ലാവരും സ്വർണ്ണമൊക്കെ അണിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്, അതുപോലെ നീയും പോയിട്ട് റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ രേവതി അങ്ങ് പറഞ്ഞു വിടുവാണ്. ചന്ദ്രയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോയിട്ട് ജോലി കാര്യങ്ങളൊക്കെ നോച്ചും അങ്ങ് പോവുകയാണേ. അപ്പോഴേക്കും അമ്മയ്ക്കും മോനും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അച്ഛമ്മയ്ക്ക് ഈ റോൾഡ് ഗോൾഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമാവുമല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി ഭയന്ന് ഇങ്ങനെ നിൽക്കുകയാണ്.